മനസ്സിലായോ? മോനിപ്പോൾ സ്ഥിരം സ്കൂളിൽ റൈസാണ് കൊണ്ടുപോകണം. അപ്പോൾ അവനുള്ള അരി എടുത്ത് ഞാൻ ആദ്യമേ അങ്ങ് വേവിക്കാൻ വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടാങ്കിലെ വെള്ളം നിറഞ്ഞ് കളയുന്ന കണ്ടപ്പോൾ ആദ്യം കൂട്ടം അതിവിടെ കളിക്കാനായിട്ട് പോയതാണ്. കൂടെ ഞാനും ചെന്ന് തലേന്ന് രാത്രിയിലത്തെ മഴയിൽ ഒരു അടയ്ക്കാൻ മരം പൊഴുത് വീടിൻ്റെ മേലൂടെ തട്ടിയില്ലെന്ന് പറഞ്ഞാൽ മാവി തങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അത് വീട്ടിലോട്ട് വീണോ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാനും ഇറങ്ങി നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ആദ്യം കൊണ്ടുവന്നുള്ള മീൻ പൊരിക്കാനായിട്ട് എടുത്ത് മീനൊക്കെ ഐസ് മാറാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദോശയ്ക്ക് മാവ് കലക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും എൻ്റെ സഹായി എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ സഹായിച്ചു തരാമോ, ഞാൻ കലക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം നിന്ന് സഹായിച്ച് പിന്നെ കയറി ഇരുന്ന് സഹായം മതിയായപ്പോഴത്തേക്ക് ഞാൻ മാവൊക്കെ മേടിച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ചെന്നപ്പോൾ അമ്മ പിച്ചി ഇട്ട് തന്നാൽ മതി, ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും പണി എളുപ്പമാവും. അങ്ങനെ മോന് ദോശയൊക്കെ പിച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരെ വന്ന് എനിക്കൊരു കാപ്പിയൊക്കെ ഇട്ട് അവന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓരോ ക്യാരറ്റും ബീൻസും വീതമാണ് എടുക്കുന്നെങ്കിൽ ഇതിൻ്റെ പകുതി വീതം ഞാൻ അരിഞ്ഞെടുക്കുന്നുള്ളൂ. കാരണം അവന് ഒത്തിരി ഫുഡ് കൊടുത്ത് വിടണ്ട, കാരണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സ് വിളിച്ചിട്ട്. വച്ചുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്ലോ ആണ്, മിസ്സ് ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് വാരി കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റൈസിൻ്റെയും പകുതി മാത്രമേ അവന് കൊടുത്ത് വിടുന്നുള്ളൂ. അങ്ങനെ റൈസൊക്കെ സെറ്റ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അവനുള്ള മീനൊക്കെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ പരന്ന് കിടന്ന പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി മാറ്റുന്നുണ്ട്. കാരണം പിന്നെ കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി പാത്രങ്ങൾ കൂടിപ്പോത്തില്ല. അപ്പം പെട്ടെന്ന് അപ്പോഴേക്കും അടയ്ക്ക മുറിച്ച് മാറ്റാനായിട്ട് ഒരു മാമൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അത് ഇതുവരെയും വീണ്ടും മേലോട്ട് വീണിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആദ്യമായിട്ട് അതൊക്കെ നോക്കി നിന്നിട്ട് നേരെ വന്ന് റെഡിയായി സ്കൂളിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.